PYQ സീരീസ് സെക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നോക്കാൻ പോകുന്നത് ആംബുലൻസ് അസിസ്റ്റന്റ് 85/2024 ക്വസ്റ്റ്യൻ പേപ്പറാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഏകദിന ക്രിക്കറ്റ് മത്സരത്തിൽ ഒരു ഓവറിൽ 4 വിക്കറ്റ് നേടിയ ഇന്ത്യൻ ബൗളർ മുഹമ്മദ് സിറാജ്. ഏകദിന ക്രിക്കറ്റ് മത്സരത്തിൽ ഒരു ഓവറിൽ 4 വിക്കറ്റ് നേടിയ ഇന്ത്യൻ ബൗളർ ആരാണ്? മുഹമ്മദ് സിറാജ്. 2023 ഇന്ത്യയിൽ നടന്ന G20 സമ്മേളനത്തിന്റെ ഇന്ത്യൻ ഷെർപ്പ ആരായിരുന്നു? അമിതാഭ് കാന്ത്. 2023 ഇന്ത്യയിൽ നടന്ന G20 സമ്മേളനത്തിന്റെ ഇന്ത്യൻ ഷെർപ്പ ആരായിരുന്നു? അമിതാഭ് കാന്ത്. ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ആഡം സ്മിത്ത്. ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ആഡം സ്മിത്ത്. 2023 നടന്ന ഏഷ്യൻ ഗെയിംസുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. ഇന്ത്യ നേടിയ മെഡലുകളുടെ ആകെ എണ്ണം 107. ഏഷ്യൻ ഗെയിംസ് നടന്നത് എവിടെയാണ്? ചൈനയിൽ വച്ചാണ്. പുരുഷ ക്രിക്കറ്റിൽ ഇന്ത്യക്ക് സ്വർണ്ണ മെഡൽ ലഭിച്ചു. 3 പ്രസ്താവനകളും ശരിയാണ്. 3 പ്രസ്താവനകളും എന്താണ്? ശരിയാണ്. ഇന്ത്യ നേടിയ മെഡലുകളുടെ എണ്ണം 107. ഏഷ്യൻ ഗെയിംസ് നടന്നത് ചൈനയിൽ വച്ചാണ്. പുരുഷ ക്രിക്കറ്റിൽ ഇന്ത്യക്ക് സ്വർണ്ണ മെഡൽ ലഭിച്ചു. നമ്മുടെ ശരീരത്തിലെ ഏത് അവയവത്തിൽ വെച്ചാണ് യൂറിയ നിർമ്മിക്കപ്പെടുന്നത്? കരളിൽ വെച്ച്. നമ്മുടെ ശരീരത്തിലെ ഏത് അവയവത്തിൽ വെച്ചാണ് യൂറിയ നിർമ്മിക്കപ്പെടുന്നത്? കരളിൽ വെച്ച്. താഴെ തന്നിരിക്കുന്നവയിൽ മാംസ്യത്തിന്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? ക്വാഷിയോക്ക്. താഴെ തന്നിരിക്കുന്നവയിൽ മാംസ്യത്തിന്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? ക്വാഷിയോക്ക്. ചുവടെ തന്നിരിക്കുന്നവയിൽ കേരളത്തിലെ നാഷണൽ പാർക്ക് ഏതാണ്? സൈലന്റ് വാലി. ചുവടെ തന്നിരിക്കുന്നവയിൽ കേരളത്തിലെ നാഷണൽ പാർക്ക് ഏതാണ്? സൈലന്റ് വാലി. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ അത്യുൽപാദന ശേഷിയുള്ള സങ്കരീനം തെങ്ങ് ലക്ഷഗംഗ. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ അത്യുൽപാദന ശേഷിയുള്ള സങ്കരീനം തെങ്ങ് ലക്ഷഗംഗ. 2023 ലോക പരിസ്ഥിതി ദിന സന്ദേശം ഏതു മലിനീകരണത്തിനുള്ള പരിഹാരവുമായി ബന്ധപ്പെട്ടതാണ്? പ്ലാസ്റ്റിക് മലിനീകരണം. രക്തജന്യ രോഗങ്ങളായ ഹീമോഫീലിയ, അരിവാൾ രോഗം, തലാസിമിയ തുടങ്ങിയവയുടെ സമഗ്ര ചികിത്സ ഉറപ്പാക്കാൻ കേരള ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണ്? ആശാധാര. രക്തജന്യ രോഗങ്ങളായ ഏതൊക്കെ രക്തജന്യ രോഗങ്ങൾ? ഹീമോഫീലിയ, അരിവാൾ രോഗം, തലാസീമിയ. ഈ 3 രോഗങ്ങളുടെയും സമഗ്ര ചികിത്സ ഉറപ്പാക്കാൻ കേരള ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ആശാധാര. ഐക്യരാഷ്ട്രസഭയുടെ ഭക്ഷ്യ കാർഷിക സംഘടന 2023 ഏത് വിളകളുടെ വർഷമായാണ് പ്രഖ്യാപിച്ചത്? ചെറുധാന്യങ്ങൾ. ഇന്ത്യയുടെ ആദ്യ സൗര നിരീക്ഷണ ഉപഗ്രഹമായ ആദിത്യ L1 വിക്ഷേപിച്ചത് എന്നാണ്? 2023 സെപ്റ്റംബർ 2 ആദിത്യ L1 വിക്ഷേപിച്ചത്. ആദിത്യ L1 എപ്പോഴാണ് വിക്ഷേപിച്ചത്? 2023 സെപ്റ്റംബർ 2. 2023 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ജോൺ ഫോസെ ഏത് രാജ്യക്കാരനാണ്? നോർവേ. 2023 വനിതാ ലോകകപ്പ് ഫുട്ബോൾ കിരീടം നേടിയ രാജ്യം സ്പെയിൻ. 2023 വനിതാ ലോകകപ്പ് ഫുട്ബോൾ കിരീടം നേടിയ രാജ്യം ഏതാണ്? സ്പെയിൻ. കേരള ആരോഗ്യ ശാസ്ത്ര സർവകലാശാലയുടെ ആസ്ഥാനം തൃശ്ശൂർ. കേരള ആരോഗ്യ ശാസ്ത്ര സർവകലാശാലയുടെ ആസ്ഥാനം തൃശ്ശൂർ. സുഭാഷ് ചന്ദ്രബോസ് രൂപം നൽകിയ പാർട്ടി ഫോർവേഡ് ബ്ലോക്ക്. സുഭാഷ് ചന്ദ്രബോസ് രൂപം നൽകിയ രാഷ്ട്രീയ പാർട്ടി ഏതാണ്? ഫോർവേഡ് ബ്ലോക്ക്. മലബാർ കലാപം ഉണ്ടാകുവാനുള്ള കാരണം അന്വേഷിക്കാൻ രൂപീകരിച്ച കമ്മീഷൻ ഏതാണ്? വില്യം ലോഗൻ കമ്മീഷൻ. മലബാർ കലാപം ഉണ്ടാകുവാനുള്ള കാരണം അന്വേഷിക്കാൻ രൂപീകരിച്ച കമ്മീഷൻ ഏതാണ്? വില്യം ലോഗൻ കമ്മീഷൻ. ലോക ജന്തുരോഗ ദിനം. ലോക ജന്തുരോഗ ദിനം എന്നാണ്? ജൂലൈ 6. ലോക ജന്തുരോഗ ദിനം എന്നാണ്? ജൂലൈ 6. നാട്ടുരാജ്യങ്ങളുടെ സംയോജനം എന്ന ദൗത്യം ഏറ്റെടുത്ത സർദാർ വല്ലഭായ് പട്ടേൽ തൻ്റെ സെക്രട്ടറിയായി നിയമിച്ച കേരളീയൻ ആരാണ്?
VP മേനോൻ. സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ സെക്രട്ടറി ആയിരുന്ന മലയാളിയാണ് VP മേനോൻ. ഒന്നാം പഞ്ചവത്സര പദ്ധതിയിൽ പ്രാധാന്യം നൽകിയത് ഏത് മേഖലയ്ക്കാണ്? കാർഷിക മേഖല. ഒന്നാം പഞ്ചവത്സര പദ്ധതി പ്രാധാന്യം നൽകിയത് ഏതിനാണ്? കാർഷിക മേഖലയ്ക്ക്. ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ ശില്പി ആരാണ്? ജവഹർലാൽ നെഹ്റു. ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ ശില്പി ആരാണ്? ജവഹർലാൽ നെഹ്റു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണറായി ഇപ്പോൾ സേവനം അനുഷ്ഠിക്കുന്നത് ആരാണ്? സഞ്ജയ് മൽഹോത്ര. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ്? അരുൺ കുമാർ മിശ്ര. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ്? അരുൺ കുമാർ മിശ്ര. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് K2 അഥവാ ഗോഡ്വിൻ ഓസ്റ്റിൻ സ്ഥിതി ചെയ്യുന്നത് ഏത് പർവ്വതനിരയിലാണ്? കാരക്കോറം. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് K2 അഥവാ ഗോഡ്വിൻ ഓസ്റ്റിൻ സ്ഥിതി ചെയ്യുന്നത് ഏത് പർവ്വതനിരയിലാണ്? കാരക്കോറം. ധാതുക്കളുടെ കലവറ എന്ന് വിളിക്കുന്ന ഭൂപ്രകൃതി വിഭാഗം ഉപദ്വീപീയ പീഠഭൂമി. ധാതുക്കളുടെ കലവറ എന്ന് വിളിക്കുന്ന ഭൂപ്രകൃതി വിഭാഗം ഏതാ? ഉപദ്വീപീയ പീഠഭൂമി. ചുവടെ ചേർത്തിട്ടുള്ളവയിൽ കാവേരി നദിയുടെ പോഷക നദിയാണ് കബനി. കാവേരി നദിയുടെ പോഷക നദിയാണ് ഏത്? കബനി. ഇന്ത്യയെയും പാകിസ്ഥാനെയും തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തി രേഖ ഏതാണ്? റാഡിക്ലിഫ് ലൈൻ. റാഡിക്ലിഫ് രേഖ. ഇന്ത്യയെയും പാകിസ്ഥാനെയും വേർതിരിക്കുന്നത് റാഡിക്ലിഫ് രേഖ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനം ഗുജറാത്ത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനം ഏതാണ്? ഗുജറാത്ത്. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടി. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടി. കേരളത്തിലെ ഏറ്റവും ആഴം കൂടിയ തുറമുഖം ഏതാണ്? വിഴിഞ്ഞം. കേരളത്തിലെ ഏറ്റവും ആഴം കൂടിയ തുറമുഖം വിഴിഞ്ഞം. പെരിങ്ങൽകൂത്ത് ജലവൈദ്യുത പദ്ധതി ഏത് നദിയിലാണ്? ചാലക്കുടിപ്പുഴ. പെരിങ്ങൽകൂത്ത് ജലവൈദ്യുത പദ്ധതി ഏത് നദിയിലാണ്? ചാലക്കുടിപ്പുഴ. വിവിധ ഇനം മണ്ണിനങ്ങളുടെ pH താഴെ നൽകിയിരിക്കുന്നു. ഇവയിൽ ഏതിലാണ് കുമ്മായം ചേർക്കേണ്ടത്? ഓപ്ഷൻ A 8, ഓപ്ഷൻ B 5, ഓപ്ഷൻ C 7, ഓപ്ഷൻ D 9. 7 മേലെയുള്ളത് എന്താ? ആൽക്കലി സ്വഭാവമായിരിക്കും. 5 എന്ത്? ആസിഡ് സ്വഭാവം കാണിക്കും. അതിലാണ് കുമ്മായം ചേർക്കേണ്ടത്. ചുവടെ നൽകിയിട്ടുള്ള ജോഡികളിൽ നിന്നും തെറ്റായി രേഖപ്പെടുത്തിയ ജോഡിയെ കണ്ടെത്തുക. അലുമിനിയം ബോക്സൈറ്റ്, സിങ്ക് കലാമിൻ, കോപ്പർ കുപ്രൈറ്റ്, ഇരുമ്പ് എന്താ? ക്രയോലൈറ്റ് ആണോ? അല്ല. അപ്പം അതാണ് തെറ്റായ ജോഡി. ഏതാണ്? ഇരുമ്പ് ക്രയോലൈറ്റ് ആണ്. ഒരു വൈദ്യുത ജനറേറ്റർ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഊർജ പരിവർത്തനം എന്താണ്? യാന്ത്രികോർജം വൈദ്യുതോർജമായി മാറുന്നു. ഒരു വൈദ്യുത ജനറേറ്റർ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഊർജ പരിവർത്തനം എന്താണ്? യാന്ത്രികോർജം വൈദ്യുതോർജമായി മാറുന്നു. ആറ്റത്തിനുള്ളിൽ കാണപ്പെടുന്ന കണങ്ങളും അവയെ കണ്ടെത്തിയവരുടെ പേരും ശരിയായ ജോഡികൾ കണ്ടെത്തുക. ഇങ്ങനെ ഓർക്കുക. പെൻ RTC എന്ന് ഓർത്താൽ മതി. പെൻ PEN പെൻ RTC പെൻ RTC. അതായത് പ്രോട്ടോൺ ആരാണ്? റുദർഫോർഡ് ആണ്. ഇലക്ട്രോൺ തോംസൺ, ന്യൂട്രോൺ ചാഡ്വിക് ആണ്. ഇതിൽ പ്രോട്ടോൺ റുദർഫോർഡ് കറക്റ്റാണ്. ഇലക്ട്രോൺ JJ തോംസൺ കറക്റ്റാണ്. ന്യൂട്രോൺ ജെയിംസ് ചാഡ്വിക് അതും കറക്റ്റാണ്. അപ്പോൾ ഈ പ്രോട്ടോൺ മാത്രമാണ് തെറ്റ്. തന്നിരിക്കുന്ന ജോഡികളിൽ രണ്ടാമത്തെ മാത്രമാണ് എന്ത്? മിസ്റ്റേക്ക് ആയിട്ടുള്ളൂ. ബാക്കി എല്ലാം എന്താണ്? കറക്റ്റാണ്. ഒന്നും കൂടി പറയാം. പ്രോട്ടോൺ റുദർഫോർഡ്, ഏണസ്റ്റ് റുദർഫോർഡ്. പ്രോട്ടോൺ ഏണസ്റ്റ് റുദർഫോർഡ്. ഇലക്ട്രോൺ JJ തോംസൺ. ന്യൂട്രോൺ ജെയിംസ് ചാഡ്വിക്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഒരു സമതല ദർപ്പണത്തെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന. വസ്തുവും ദർപ്പണവും തമ്മിലുള്ള അകലവും ദർപ്പണവും പ്രതിബിംബവും തമ്മിലുള്ള അകലവും തുല്യമാണ്. ഒന്നാമത്തെ പ്രസ്താവന ശരിയാണ്. വസ്തുവും ദർപ്പണവും തമ്മിലുള്ള അകലവും ദർപ്പണവും പ്രതിബിംബവും തമ്മിലുള്ള അകലവും തുല്യമാണ്. കാരണം ഇതൊരു സമതല, നമ്മൾ സാധാരണ നോക്കുന്നൊരു ദർപ്പണമാണ്.
വസ്തുവിൻ്റെ വലിപ്പം തന്നെയായിരിക്കും പ്രതിബിംബത്തിനും. അതും കറക്റ്റാണ്. വസ്തുവിൻ്റെ വലിപ്പം തന്നെയായിരിക്കും പ്രതിബിംബത്തിനും. വസ്തുവിൻ്റെ യഥാർത്ഥ പ്രതിബിംബം രൂപപ്പെടുന്നു. അല്ല. അപ്പോൾ 1ഉം 2ഉം ശരിയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? WC ബാനർജിയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? WC ബാനർജി. സർവീന്ത്യ മുസ്ലിം ലീഗ് രൂപീകരിച്ച സ്ഥലം ധാക്ക. സർവീന്ത്യ മുസ്ലിം ലീഗ് രൂപീകരിച്ച സ്ഥലം എവിടെയാണ്? ധാക്ക. 1905 ബംഗാളിനെ രണ്ടായി വിഭജിച്ച വൈസ്രോയി ആരായിരുന്നു? കഴ്സൺ പ്രഭു. 1905 ബംഗാളിനെ രണ്ടായി വിഭജിച്ച വൈസ്രോയി ആരായിരുന്നു? കഴ്സൺ പ്രഭു. തീവ്ര ദേശീയതയുമായി ബന്ധപ്പെട്ട നേതാക്കൾ ആരെല്ലാമായിരുന്നു? ബാലഗംഗാധര തിലക്, ലാലാ ലജ്പത് റായി. ബാലഗംഗാധര തിലകും ലാലാ ലജ്പത് റായിയും എന്തായിരുന്നു? തീവ്ര ദേശീയതയുടെ നേതാക്കളായിരുന്നു. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? രാജാറാം മോഹൻ റായ്. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് രാജാറാം മോഹൻ റായ്. ഇന്ത്യയുടെ പ്രഥമ പ്രസിഡന്റാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യയുടെ പ്രഥമ പ്രസിഡന്റ് ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം പാമ്പാടും ചോല. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം ഏതാ? പാമ്പാടും ചോല. ഇന്ത്യയുടെ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? നവംബർ 26. ഇന്ത്യ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? നവംബർ 26. താഴെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? പ്രസിഡൻഷ്യൽ സമ്പ്രദായമാണ് ഉൾപ്പെടാത്തത്. സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥയാണ്. എഴുതപ്പെട്ട ഭരണഘടനയാണ്. മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുന്നതുമാണ്. പ്രസിഡൻഷ്യൽ സമ്പ്രദായമാണ് എന്ത്? ഓപ്ഷൻ സി ആണ് ഉൾപ്പെടാത്തത്. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ആരാണ്? MB രാജേഷ്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ട കായൽ. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ട കായൽ. താഴെ തന്നിരിക്കുന്നവയിൽ എഴുതപ്പെട്ട ഭരണഘടന നിലവിലുള്ള രാജ്യം ഏതാണ്? ഇന്ത്യ, അമേരിക്ക. ഇന്ത്യയും അമേരിക്കയുടെ എന്താണ്? എഴുതപ്പെട്ട ഭരണഘടനയുണ്ട്. ബ്രിട്ടനും ഇസ്രായേലിനും എന്ത്? എഴുതപ്പെടാത്ത ഭരണഘടനകളുള്ളത് അല്ലേ? കണ്ടൽക്കാടുകളിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക പക്ഷി സങ്കേതമാണ് മംഗളവനം. കണ്ടൽക്കാടുകളിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക പക്ഷി സങ്കേതമാണ് മംഗളവനം. താഴെ തന്നിരിക്കുന്നവയിൽ മൗലിക അവകാശങ്ങളിൽ പെടാത്തത് ഏത്? സ്വത്ത് സമ്പാദിക്കാനുള്ള അവകാശം. സ്വത്ത് സമ്പാദിക്കാനുള്ള അവകാശമാണ് മൗലിക അവകാശങ്ങളിൽ പെടാത്തത്. എന്തൊക്കെയാ പെടുന്നത്? മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സമത്വത്തിനുള്ള അവകാശം, ചൂഷണത്തിനെതിരായുള്ള അവകാശം. പയ്യന്നൂരിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? കേളപ്പൻ. കേളപ്പനാണ് പയ്യന്നൂരിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്. സമത്വ സമൂഹ സൃഷ്ടി എന്ന ലക്ഷ്യത്തോടെ അയിത്തോച്ചാടനം സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി മാറ്റിയ കേരളത്തിലെ പ്രക്ഷോഭം ഗുരുവായൂർ സത്യാഗ്രഹം. സമത്വ സമൂഹ സൃഷ്ടി എന്ന ലക്ഷ്യത്തോടെ അയിത്തോച്ചാടനം സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ ഭാഗമായി മാറ്റിയ കേരളത്തിലെ പ്രക്ഷോഭം ഏതാണ്? ഗുരുവായൂർ സത്യാഗ്രഹം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നാഷണൽ പാർക്കുകൾ ഉള്ളത് ഏതു ജില്ലയിലാണ്? ഇടുക്കിയിലാണ് ഏറ്റവും കൂടുതൽ നാഷണൽ പാർക്കുകൾ ഉള്ളത്. ഏറ്റവും കൂടുതൽ നാഷണൽ പാർക്കുകൾ എവിടെയാണ്? ഇടുക്കി. മനുഷ്യത്വമാണ് എൻ്റെ ജാതി എന്ന് പ്രഖ്യാപിച്ചത് ശ്രീനാരായണ ഗുരു. മനുഷ്യത്വമാണ് എൻ്റെ ജാതി എന്ന് പ്രഖ്യാപിച്ചത് ആരാണ്? ശ്രീനാരായണ ഗുരു. പ്രാചീന മലയാളം എന്ന കൃതി രചിച്ചത് ചട്ടമ്പി സ്വാമികൾ. പ്രാചീന മലയാളം എന്ന കൃതി രചിച്ചത് ആരാണ്? ചട്ടമ്പി സ്വാമികൾ. സുഭാഷ് ചന്ദ്രബോസിന്റെ സമരങ്ങളിൽ ആകൃഷ്ടനായി INA-യിൽ ചേർന്ന മലയാളി വക്കം അബ്ദുൽ ഖാദർ. സുഭാഷ് ചന്ദ്രബോസിന്റെ സമരങ്ങളിൽ ആകൃഷ്ടനായി INA-യിൽ ചേർന്ന മലയാളി വക്കം അബ്ദുൽ ഖാദർ. മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്നതിനായുള്ള ഇന്ത്യയുടെ പദ്ധതിയാണ് ഗഗൻയാൻ.
മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്നതിനായുള്ള ഇന്ത്യയുടെ പദ്ധതി ഏതാണ്? ഗഗൻയാൻ. ഐക്യരാഷ്ട്ര സംഘടനയുടെ ചാമ്പ്യൻസ് ഓഫ് എർത്ത് വിമാനത്താവളം പുരസ്കാരത്തിന് അർഹമായ വിമാനത്താവളമാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളം. ഐക്യരാഷ്ട്ര സംഘടനയുടെ ചാമ്പ്യൻസ് ഓഫ് എർത്ത് വിമാനത്താവളം പുരസ്കാരത്തിന് അർഹമായത് നെടുമ്പാശ്ശേരി വിമാനത്താവളം. കേരളത്തിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ പഞ്ചായത്തായി തിരഞ്ഞെടുക്കപ്പെട്ടത് മീനങ്ങാടി. കേരളത്തിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ പഞ്ചായത്തായി തിരഞ്ഞെടുക്കപ്പെട്ടത് മീനങ്ങാടി. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ സോഷ്യൽ ഓഡിറ്റിംഗിൽ ഇന്ത്യയിൽ ഒന്നാമതെത്തിയത് കേരളം. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ സോഷ്യൽ ഓഡിറ്റിംഗിൽ ഇന്ത്യയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം കേരളം. ജീവിതം ഒരു പെൻഡുലം എന്ന കൃതിക്ക് വയലാർ അവാർഡ് നേടി 2023. അത് ആരുടേതാണ്? ശ്രീകുമാരൻ തമ്പി. ജീവിതം ഒരു പെൻഡുലം, ശ്രീകുമാരൻ തമ്പി. ശാസ്ത്രലോകത്തെ ഇന്ത്യയുടെ അഭിമാനമായ ചന്ദ്രയാൻ 3 വിക്ഷേപിച്ച തീയതി ജൂലൈ 14. ശാസ്ത്രലോകത്ത് ഇന്ത്യയുടെ അഭിമാനമായ ചന്ദ്രയാൻ 3 വിക്ഷേപിച്ച തീയതി ജൂലൈ 14, 2023. മെയ് 17 കേരളത്തിൽ സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഏത് സംഘടനയുടെ ദിവസമായാണ് ആചരിക്കുന്നത്? കുടുംബശ്രീ. യുനെസ്കോ സാഹിത്യ നഗര പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഈയിടെ വാർത്തകളിൽ വന്ന കേരളത്തിലെ നഗരമാണ് കോഴിക്കോട്. അമേരിക്കയിലെ മൈക്രോൺ ടെക്നോളജി താഴെ പറയുന്നവയിൽ ഏത് ഇന്ത്യൻ സംസ്ഥാനത്ത് ആണ് സെമി കണ്ടക്ടർ പ്ലാന്റ് നിർമ്മിക്കുന്നത്? ഗുജറാത്ത്. ഗുജറാത്തിലാണ് സെമി കണ്ടക്ടർ പ്ലാന്റ് നിർമ്മിക്കുന്നത്. താഴെ പറയുന്നവയിൽ ചന്ദ്രയാൻ 3ന്റെ വിക്ഷേപണവുമായി ബന്ധമുള്ള ശരിയായ പ്രസ്താവനകൾ ഏതാണ്? വിക്ഷേപണ സമയത്ത് ISRO ചെയർമാൻ K. ശിവൻ ആണ്. അത് തെറ്റാണ്. പ്രൊജക്ട് ഡയറക്ടർ വീരമുത്തുവേലാണ്. ശരിയാണ്. വിക്ഷേപണ വാഹനം ഏതാണ്? LV Mark 3 ആണ്. വിക്ഷേപണ തീയതി ജൂലൈ 14, 2023 ആണ്. ചന്ദ്രയാൻ 3ന്റെ വിക്ഷേപണവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതാണ്? പ്രൊജക്ട് ഡയറക്ടർ വീരമുത്തുവേലാണ്. വിക്ഷേപണ വാഹനം LV Mark 3 ആണ്. വിക്ഷേപണ തീയതി ജൂലൈ 14, 2023. 2016 ജൂൺ മാസത്തിൽ കേരള മുഖ്യമന്ത്രി ആരായിരുന്നു? പിണറായി വിജയൻ. താഴെ പറയുന്നവയിൽ പൊൻകുന്നം വർക്കിയുടെ ആത്മകഥ. എൻ്റെ വഴിത്തിരിവ്. എൻ്റെ വഴിത്തിരിവ് പൊൻകുന്നം വർക്കിയുടെ ആത്മകഥ. മഞ്ഞപ്പിത്തം ബാധിക്കുന്ന ശരീര അവയവം ഏതാണ്? കരൾ. മഞ്ഞപ്പിത്തം ബാധിക്കുന്നത് ഏതിനെയാണ്? കരളിനെ. മലമ്പനിക്ക് കാരണമായ രോഗകാരി പ്ലാസ്മോഡിയം. മലമ്പനിക്ക് കാരണമായ രോഗകാരി ഏതാണ്? പ്ലാസ്മോഡിയം. ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ലഭ്യമല്ലാത്ത സേവനം ഏതാണ്? CT സ്കാൻ. ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ലഭ്യമല്ലാത്ത സേവനം ഏതാണ്? CT സ്കാൻ. ലോക ഭക്ഷ്യ സുരക്ഷാ ദിനം ജൂൺ 7. ലോക ഭക്ഷ്യ സുരക്ഷാ ദിനം ഏതാണ്? ജൂൺ 7. താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗമല്ലാത്തത് ഏതാണ്? തൊണ്ടമുള്ള്. താഴെ പറയുന്നതിൽ ജീവിതശൈലി രോഗമല്ലാത്ത ഏതാ? തൊണ്ടമുള്ള് മാത്രമേ ഉള്ളൂ. ഫാറ്റി ലിവർ, പക്ഷാഘാതം, അമിത രക്തസമ്മർദ്ദം, ഇത് മൂന്നും എന്താണ്? ജീവിതശൈലി രോഗമാണ്. യോജകകലയെ ബാധിക്കുന്ന ക്യാൻസർ ഏതാണ്? സർക്കോമ. സംസ്ഥാനത്തെ അംഗപരിമിതർക്ക് പ്രതിവർഷം 1 ലക്ഷം രൂപ വരെ ആരോഗ്യ ഇൻഷുറൻസ് ലഭ്യമാകുന്ന പദ്ധതിയാണ് നിരാമയ. സംസ്ഥാനത്തെ അംഗപരിമിതർക്ക് പ്രതിവർഷം 1 ലക്ഷം രൂപ വരെ ആരോഗ്യ ഇൻഷുറൻസ് ലഭ്യമാകുന്ന പദ്ധതി ഏതാണ്? നിരാമയ. സാമൂഹ്യ കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നിലവിൽ വന്നത് 2008. സാമൂഹ്യ കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നിലവിൽ വന്നത് എന്നാണ്? 2008. ബാക്ക് ടു ബേസിക്സ് ഏത് അസുഖവുമായി ബന്ധപ്പെട്ടതാണ്? കൊറോണ. 2023 നാഷണൽ ഹെൽത്ത് കെയർ അവാർഡ് ലഭിച്ച കേരള സർക്കാർ പദ്ധതി കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിക്കാണ് 2023 നാഷണൽ ഹെൽത്ത് കെയർ അവാർഡ് ലഭിച്ചത്. കൗമാരക്കാരിലെ ജീവിതശൈലി രോഗങ്ങൾ തുടക്കത്തിലേ കണ്ടെത്തി പരിഹരിക്കാൻ ഹയർ സെക്കൻഡറി സ്കൂളുകൾ കേന്ദ്രീകരിച്ച് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന
ആരോഗ്യ സർവേ പദ്ധതിയാണ് സശ്രദ്ധം. കൗമാരക്കാരിലെ ജീവിതശൈലി രോഗങ്ങൾ തുടക്കത്തിലെ കണ്ടെത്തി പരിഹരിക്കാൻ ഹയർ സെക്കൻഡറി സ്കൂളുകൾ കേന്ദ്രീകരിച്ച് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ആരോഗ്യ സർവേ പദ്ധതി ഏതാണ്? സശ്രദ്ധം.